യുഎഇയിൽ ഇറാൻ നടത്തിയിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ബംഗ്ലാദേശ് സ്വദേശിയാണ് മരിച്ചത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് തീപിടിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളും പ്രതിരോധിച്ചെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളുമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യുഎഇ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലാണ് ഇറാനിൽ നിന്നും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായത്. യുഎഇയിലെ ഫുജൈറയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ബംഗ്ലാദേശുകാരൻ കൊല്ലപ്പെട്ടു. റിഫ മേഖലയിൽ ഫാം ഹൌസിലെ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം. ഉമ്മൽ ഖുവൈനിൽ വ്യവസായ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടം വീണാണ് ഇന്ത്യക്കാരന് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്തിന് നേരെ 5 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായെന്നും ഇവയെല്ലാം പ്രതിരോധിച്ചുവെന്നും യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 12 മരണങ്ങളാണ് യുഎഇയിലുണ്ടായത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുലർച്ചെ 4 മണിയോടെയായിരുന്നു ഡ്രോൺ ആക്രമണം. ഇന്ധന ടാങ്കിൽ വൻ തീപിടുത്തമുണ്ടായി. 5ാം തവണയാണ് കുവൈറ്റ് വിമാനത്താവളം ആക്രമിക്കപ്പെടുന്നത്. ഖത്തർ തുറമുഖത്തുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ എണ്ണ ടാങ്കറിന് തീപിടിച്ചു. അതേസമയം ബഹ്റൈനിലെ നഴ്സറികൾക്കും കിൻഡർ ഗാർട്ടനുകൾക്കും ഞായറാഴ്ച മുതൽ പൂർണ്ണതോതിൽ പ്രവർത്തനം പുനരാരംഭിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.